എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള എള്ളും അവലും വിളയിച്ചതാണ്. കർക്കിടക മാസം ഇങ്ങനത്തെ ഈ ഒരു മാസത്തില് ശരീരരക്ഷയ്ക്കായിട്ട് പണ്ട് മുതലേ നമ്മൾ തയ്യാറാക്കി കഴിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതുപോലെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് കേടുപാട് കൂടാതെ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് എള്ള് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ഒരുപോലെ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വീടുകളിൽ എള്ള് വിളയിച്ചെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. ഇനി നമുക്ക് എള്ളും അവിലും ഒന്ന് വിളയിച്ചെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 4 കിലോ എള്ളാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നല്ല വെയിലുള്ളത് കൊണ്ട് കഴുകി ഒന്ന് ഉണക്കിയെടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ എള്ള് ഞാനിവിടെ നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കോട്ടൺ തുണിയിലേക്ക് ഇട്ട് ഒന്ന് വെയിൽ കൊള്ളിച്ചെടുത്തിട്ട് വരാം. വെയിലത്ത് വെച്ച് ഉണക്കിയാലും നമുക്കിതൊന്ന് വറുത്തെടുക്കേണ്ടതാണ്. വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ വെയിലത്ത് വെച്ചിട്ടുള്ള എള്ളൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എള്ളൊന്ന് വറുത്തെടുക്കാം. ഈ സമയത്ത് തന്നെ 1/2 കിലോ ശർക്കര ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുക്കണം. ഇവിടെ തന്നെ ഇതുപോലെ 2 മുറി നാളികേരം നമുക്കൊന്ന് തിരുമ്മിയും കൂടെ വെക്കണം. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അങ്ങനെ ശർക്കര ഇവിടെ നന്നായിട്ട് തന്നെ പാനിയായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ശർക്കര പാനി ഒന്ന് അരിച്ചുകൂടി എടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുത്തിട്ടില്ല എള്ള് ചേർത്ത് വറുത്തെടുക്കാം. ഇനി എള്ള് നല്ലതുപോലെ ഒന്ന് പൊട്ടുന്നത് വരെയും വറുത്തെടുക്കാം. നമ്മൾ കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിൽ ധാരാളം കല്ലും മണ്ണൊക്കെ ഉള്ളത് കൊണ്ടാണ് കഴുകിയെടുക്കണം എന്ന് പറയുന്നത്. ഇനിയിപ്പോ നല്ലതുപോലെ ഒന്ന് മൂപ്പായി വരട്ടെ, അതുവരെയും നമുക്കൊന്ന് വറുത്തെടുക്കാം. കർക്കിടക മാസത്തില് ശരീരരക്ഷക്കായിട്ട് കഴിക്കേണ്ട ഒന്നാണ് എള്ള്. നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും തലമുടി സംരക്ഷണത്തിനും നമ്മുടെ സ്കിന്നിന് ഗ്ലോ നൽകാനും എള്ളില് ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് സ്കിന്നിനും അതുപോലെ തന്നെ തലമുടിക്കും കണ്ണിനും അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കർക്കിടക മാസത്തിൽ വീട്ടില് എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിശക്തി, ഓർമ്മശക്തി എന്നിവ കൂട്ടുന്നതിനും ഈ ഒരു എള്ള് കഴിക്കുന്നത് വളരെ തന്നെ ഉത്തമമാണ്. ഇനിയിപ്പോ എള്ളൊന്ന് പൊട്ടി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ എള്ളിപ്പോ നല്ലോണം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്ക് അടുപ്പിൽ നിന്നും എള്ള് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് അവില് ചേർത്ത് വറുത്തെടുക്കാം. അവിലും 1/4 കിലോ അളവിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കൈ കൊണ്ടൊന്ന് ഒടിച്ചു നോക്കിയാൽ ഒടിഞ്ഞു പോകുന്ന പരുവത്തിലേക്കൊന്ന് ആക്കിയെടുക്കണം. അതുവരെയും ഫ്രൈ ചെയ്തെടുക്കാം. അവിലും കൂടെ ചേർത്ത് ചെയ്തെടുക്കുന്നത് കൊണ്ട് കഴിക്കാനൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. എള്ളും ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാളികേരമാണ് വറുത്തെടുക്കേണ്ടത്. അങ്ങനെ അവിലും ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്കൊന്ന് കോരി മാറ്റാം. അങ്ങനെ അവിലും ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് ഒരു പിടിയോളം കാഷ്യൂസ് ചേർക്കാം, ഒരു പിടിയോളം ബദാം പരിപ്പ് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ പംകിൻ സീഡ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി ബദാം പരിപ്പും കാഷ്യൂസും ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോ നല്ല വലിപ്പത്തിനാണ് ഉള്ളത്. നമുക്കിതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൂടി എടുക്കാം. അങ്ങനെ ഇപ്പോൾ കാഷ്യൂസും ബദാം പരിപ്പും ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി വേണ്ടത് നമ്മൾ തിരുമ്മിയെടുത്തിട്ടുള്ള നാളികേരമാണ്. നാളികേരവും വറുത്തെടുക്കാം. ഇതിന്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെയും വറുത്തെടുക്കാം. അങ്ങനെ നാളികേരവും ഇവിടെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് കോരി മാറ്റാം. ഇനിയിപ്പോൾ എള്ള് വിളയിച്ചെടുക്കാനായിട്ട് ഞാനൊരു ഉരുളിയാണ് വെച്ചിട്ടുള്ളത്. ഉരുളി ഒന്ന് ചൂടായി വരട്ടെ. അങ്ങനെ ഉരുളി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഉരുക്കിയത് അരിച്ചൊഴിക്കാം. ഇനി ശർക്കരപ്പാനി ഒന്ന് തിളച്ചൊന്ന് നൂൽപ്പരുവം ഒന്നായി വരണം. ഈ ഒരു ശർക്കരപ്പാനി ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് കൈകൊണ്ട് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവമായി കിട്ടിയാൽ മതിയാകും. ഒരുപാടൊന്നും കട്ടിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള എള്ള് ആദ്യമേ ചേർക്കാം. എള്ള് ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. എള്ളും ശർക്കരയും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എള്ളും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് തന്നെ നാളികേരവും ഒന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ നാളികേരവും ശർക്കരപ്പാനിയൊക്കെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അവില് കൂടെ ചേർക്കാം. അവില് ചേർക്കുവാണ്. ഞാനിന്നിപ്പോ എല്ലാ 1/4 കിലോ വീതമാണ് എടുത്തിട്ടുള്ളത്. അതിനായിട്ട് 1/2 കിലോ ശർക്കരയാണ്
ശർക്കരയ്ക്ക് പകരമായിട്ട് കരിപ്പെട്ടിയും എടുക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഈ കൂട്ടിലേക്ക് നെയ്യ് ഒരു തരി പോലും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നെയ്യ് ചേർത്ത് തയ്യാറാക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. മധുരമൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിച്ച് കിട്ടണം, അതുവരെയും ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കായും ചുക്കും കൂടെ ചേർത്ത് പൊടിച്ച പൊടി ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂസും ബദാം പരിപ്പും വറുത്തതും കൂടെ ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂടെ ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഉരുളിയിൽ നിന്നും ഇതൊന്ന് കോരി മാറ്റണം. ഇതിൽ തന്നെ വെച്ചിരിക്കുവാണെങ്കിൽ ഇത് വളരെ ഡ്രൈ ആയി പോകാൻ സാധ്യത കൂടുതലാണ്. ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്കിതൊന്ന് കോരി മാറ്റാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ എള്ളും അവിലും കൂടെ വിളയിച്ചത് ഇവിടെ റെഡിയാണ്. ഈ ഒരു കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിക്കേണ്ടതായ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.